ചങ്ങായിമാരെ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് മലപ്പുറത്തെ കുറിച്ചും മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ചും ക്രിസ്ത്യാനിയായ അഗസ്റ്റിൻ ജേക്കബ് എന്ന് പറഞ്ഞ ഒരു ചങ്ങായി ഉണ്ടല്ല, ആ ചങ്ങായി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ഈ അഗസ്റ്റിൻ ജേക്കബ് ഉണ്ടല്ലോ ഒരു ക്യാൻസർ രോഗി കൂടിയാണ്. ആ കാര്യത്തിന് മുന്നേ എനിക്ക് വേറൊരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഇപ്പോഴുണ്ടല്ലോ എങ്ങോട്ട് നോക്കിയാലും എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലുണ്ടല്ലോ സംഖ്യയുടെ വർഗീയത മാത്രം. സംഖ്യകളുണ്ടല്ലോ ഇങ്ങനെ വർഗീയത മൂത്ത് ഭ്രാന്തായിട്ട് നടക്കുന്നു. അതായത് സംഖ്യയുടെ വർഗീയത ഉണ്ടല്ലോ അതിന്റെ പീക്ക് ലെവലിലെ ഉള്ളത് ഇപ്പോ. കാരണം ഒരു മുസ്ലിമിന്റെ പോസ്റ്റ് കണ്ടാലോ മുസ്ലിമിന്റെ വീഡിയോ കണ്ടാലോ ഉണ്ടല്ലോ ചാണക സംഖ്യ വിട്ട് അതിന്റെ അടിയിലിടുന്ന കമന്റുകൾ എമ്മാതിരി തെറി കമന്റാന്നറിയാം. അത് കാണുമ്പോഴല്ല എനിക്ക് തന്നെ സങ്കടമായി പോകും കേട്ടോ. ഇത് ഞാനിപ്പോ പറയാൻ കാരണം എന്താ അറിയാം, എനിക്കൊരു സുഹൃത്തുണ്ടല്ലോ ഒരു പോസ്റ്റ് അയച്ചെന്ന്. അതായത് ഒരു മുസ്ലിം ഉണ്ടല്ല 100 രൂപക്ക് ബിരിയാണി കൊടുക്കുന്ന ഒരു പോസ്റ്റ്. ബിരിയാണി മാത്രമല്ല കുഴിമന്തി ഇടില്ല, കുഴിമന്തി അദ്ദേഹം 100 രൂപ കൊടുക്കുന്നുണ്ട്. ആ പോസ്റ്റിന്റെ അടിയിൽ വന്ന കമന്റുകൾ ചാണക സംഖ്യയുടെ കമന്റ് കണ്ടിട്ടില്ല. സത്യം പറഞ്ഞ സങ്കടമായി പോയി. യാ മോനെ എത്രമാത്രം വൃത്തികെട്ട കമന്റ് എന്നറിയാം. ആ കമന്റ് ഒന്നുമില്ല എനിക്കിവിടെ കാണിക്കാൻ കഴിയില്ല, അത്രയും വൃത്തികെട്ട കമന്റ് ആണ്. അതായത് ആ ഉസ്താദ് ഉണ്ടല്ലോ ബിരിയാണി കൊടുക്കുന്നത് തുപ്പിയിട്ടിട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വൃത്തികെട്ട കമന്റുകൾ. ആ കമന്റുകൾ കാണുമ്പോൾ സത്യം പറഞ്ഞ് ഞാൻ എന്താ ഇത്രയും വൃത്തികെട്ട ജനങ്ങളാണല്ലോ നമ്മളെ ചാണക സംഖ്യയിലാണെന്ന് ഞാൻ ആലോചിച്ചത്. പക്ഷെ എനിക്ക് വേറൊരു കാര്യത്തിലുണ്ടല്ലോ ഒരുപാട് സന്തോഷമായി. അതായത് ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം ഉണ്ടല്ല 100 രൂപയ്ക്ക് ബിരിയാണി കൊടുക്കുന്ന ഒരു വീഡിയോ. ആ വീഡിയോ ഞാൻ നോക്കുമ്പോഴില്ല അതിൽ 90% ആൾക്കാരുണ്ടല്ല നല്ലവരായ ഹിന്ദുക്കളാണ് ഇദ്ദേഹത്തിന് എടുക്കുന്നത് ബിരിയാണി കുഴിമന്തിയും വാങ്ങാൻ വരുന്നത്. അതായത് ഈ ചാണക സംഖ്യയിൽ വന്ന പച്ചക്കള്ളും വർഗീയൊന്നുണ്ടല്ല നല്ലവരായ ഹിന്ദുക്കൾക്കുണ്ട ഇതുവരെ ഏശിയിട്ടുമില്ല, ഇനി അങ്ങോട്ട് ഏശിയില്ലാന്ന് അതിന്റെയൊക്കെ തെളിവ്. ഇനി എന്താണ് നമുക്കുണ്ടല്ല കാര്യത്തിലേക്ക് വരാം. നമ്മളെ വിസർജന ടിവിയും ചാണക സംഖ്യയിലുള്ള 24 മണിക്കൂറും മലപ്പുറത്തെ കുറിച്ചും മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ചും എന്തൊക്കെ പുതിയ വർഗീയതകളാണ് ഇങ്ങനെ കെട്ടിച്ചമക്കുന്നത്. ആ മലപ്പുറത്തെ കുറിച്ച് സംഖ്യകൾ പറഞ്ഞ മലപ്പുറത്തിന്റെ ഭീകരത്തെ കുറിച്ച് ക്രൈസ്തവനായ അഗസ്റ്റിൻ ജേക്കബ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ. ഈ മലപ്പുറം ജില്ലയിലുള്ള ഭീകരന്മാരുടെ പ്രവർത്തനങ്ങൾ ഒരു തുടർക്കഥയായി മാറുക. 2001 ഈ കടലുണ്ടി പുഴയിൽ മംഗലാപുരത്ത് നിന്ന് ചെന്നൈക്ക് പോകുന്ന ഒരു ട്രെയിന് പാളം തെറ്റി പുഴയിൽ വീണു. പെട്ടെന്ന് അവിടത്തെ കണ്ടു നിന്ന ആൾക്കാർ പള്ളിയിൽ വിവരം കൊടുത്ത് പള്ളിയിലുള്ള മൈക്കുകളിൽ ഈ ബാങ്ക് കൊടുക്കണം. ആ മൈക്ക് വഴി അനൗൺസ് ചെയ്യണം. പരിസര പ്രദേശത്തുള്ള എല്ലാ പള്ളികളിലും അനൗൺസ്മെന്റ്. കിട്ടിയ വാഹനങ്ങളൊക്കെ എടുത്ത് ആൾക്കാർ ഓടിച്ചെന്ന് കിട്ടിയ ആൾക്കാരെ കൊണ്ട് ഓട്ടോക്കാരനായിക്കോട്ടെ ആരായിക്കോട്ടെ മെഡിക്കൽ കോളേജിലേക്ക് പായാണ്. അന്ന് 51 ആളെ മരിച്ച് 60 പേരെ രക്ഷിച്ചു, 60 പേർക്ക് പരിക്ക് പറ്റി. ആ കൂട്ടത്തിലൊരു സ്ത്രീ അവളുടെ ഒരു ദുരനുഭവം വിവരിക്കുന്നുണ്ട്. ഇവള് തപാൽ വകുപ്പില് കോഴിക്കോട് ജോലി ചെയ്യണം, വീട് പട്ടാമ്പിയ ഭാഗത്താണ്. എന്നും ഈ ട്രെയിനിൽ പോകാറുണ്ട്. അപ്പൊ ഈ സംഭവം നടക്കുമ്പോൾ അവര് വണ്ടിയിലുണ്ടായിരുന്നു. ഈ ട്രെയിന് മുങ്ങി താഴെ ബോഗിലാണ് ഇവളുണ്ടായത്. ഇവൾക്ക് ബോധം അറിയാൻ പോകുമ്പോൾ ബലിഷ്ഠമായിട്ടുള്ളൊരു കരമ്പ് എന്ന് ഇവളെ കൈമ പിടിച്ചു പറഞ്ഞു, മുകളിലേക്ക് ഉയർത്തി പറഞ്ഞു. പിന്നെ ഇവൾക്കൊന്നും ഓർമ്മയില്ല. അങ്ങനെയൊക്കെ ഏതോ വണ്ടിയിൽ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ച്, മെഡിക്കൽ കോളേജ് കോഴിക്കോട്. ദുരന്ത വാർത്ത നാട് മുഴുവൻ അറിഞ്ഞ് ഇവളുടെ നാട്ടിൽ നിന്ന് വീട്ടുകാരൊക്കെ ടാക്സിയൊക്കെ എടുത്ത് പാഞ്ഞു വന്ന്. ഏതായാലും രാത്രിയായപ്പോൾ ഇവൾക്ക് പരിക്കൊന്നുമില്ല. അപ്പൊ ഡിസ്ചാർജ് ചെയ്തു. എല്ലാവരും കൂടി അവിടെ അഡ്മിറ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ കാറിൽ കയറി ഇവര് തിരിച്ച് നാട്ടിൽ പോകാൻ. അപ്പൊ കഴുത്തെ തപ്പി നോക്കുമ്പോണ്ട് ഇവളുടെ 3 പവന്റെ മാല കാണാനുണ്ട്. അപ്പൊ ഇവിടെ നേരത്തെ ജീവൻ കിട്ടില്ല, ഇനി മാല ഇനി ഉണ്ടാക്കാം, എന്നെ രക്ഷിച്ച ആളെ എടുത്തോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ ഒരു കോംപ്രമൈസായി. അങ്ങനെ ഇവള് വീട്ടിൽ ചെന്ന് ഏതായാലും ഉപ്പുവെള്ളത്തിലൊക്കെ വീണതല്ലേ, കുളിമുറി കുളിക്കാൻ കയറി സാരി അഴിക്കുമ്പോണ്ട് സാരി തുമ്പത്ത് ഈ മാല കെട്ടിയിട്ടേക്കാണ്. ഈ 3 പവന്റെ മാല. അതായത് രക്ഷിച്ച ആളെ ഇനി മാല വേറെ ആരെങ്കിലും ആസ്പത്രിയിലെ തിക്കിലും തിരക്കിലും മോഷ്ടിക്കണ്ട വിചാരിച്ച് സുരക്ഷിതമാക്കി വെച്ചതാ. എങ്ങനെയുണ്ടാവും ഭീകരപ്രവർത്തനം? വേറെ ഏതെങ്കിലും ജില്ലയിൽ നടക്കുമത്? ഇനി അടുത്ത സംഭവം ഈ 2000 കോവിഡ് ഒക്കെ ഏകദേശം ഇങ്ങനെ പോയിട്ടില്ല, പോകും വരും അങ്ങനെ നിൽക്കുകയാണ്. ജനങ്ങളൊക്കെ പാനിക്കാണ്. ഫ്ലൈറ്റ് സർവീസ് ഒക്കെ ഉണ്ട്, 3 പേര് ഇരിക്കണം സീറ്റിൽ, 2 പേരൊക്കെ ഇരുത്തും, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടൊക്കെയാണ് കൊണ്ടുവരണം. അങ്ങനെ ഒരു രാത്രിയിലാണ് കരിപ്പൂര് ഒരു വിമാനം റൺവേന്ന് തെറ്റി 2 പീസായിട്ട് നിലത്ത് വീഴുന്നത്. റൺവേ കുറച്ച് ഹൈറ്റിലാണ്, ടേബിൾ ടോപ്പ് റൺവേ അല്ല നമ്മുടെ കരിപ്പൂര്. അവിടെ നിലത്ത് ചാടി 2 പൈലറ്റുമാരടക്കം 17 പേര് മരിച്ചു. ഈ മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാർക്ക് അറിയാം പ്ലെയിൻ നിലത്ത് വീണ. ഇവിടെയുള്ള ആൾക്കാർക്ക് ബുദ്ധിയില്ല അറിവില്ല എന്നല്ലേ പറഞ്ഞത്. പക്ഷെ വിമാനയാത്ര ചെയ്ത ആൾക്കാരെ മിക്ക വീട്ടിലുണ്ട്. ഈ വിമാനം നിലത്ത് വീണ ഉടനെ തീ പിടിക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെ അറിയുന്ന ആൾക്കാരാണ്. പക്ഷേ അതൊന്നും വകവെക്കാണ്ട് കിട്ടണ വണ്ടിയിൽ ഈ ആൾക്കാരെ രക്ഷിച്ച് കൊണ്ടുപോവുകയാണ്. അത് ആഡംബര കാറായിക്കോട്ടെ, മനുഷ്യന്റെ ബ്ലഡ് ആകും, അങ്ങനത്തെ ഒരു മടിയും കിടിയൊന്നുമില്ല. ഓട്ടോറിക്ഷക്കാരനും എല്ലാവരും
ഞാൻ ഈ സംഭവം അതായത് അറിയണത് ഈ സംഭവം നടന്നൊരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ അറിഞ്ഞു. കാരണം ഞാൻ താമസിക്കുന്ന വീടിന്റെ അതിലെ ആംബുലൻസുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക തുരുതുര. കാരണം ലോക്ക്ഡൌൺ അങ്ങനെ ഫുള്ളായിട്ട് പിൻവലിച്ചിട്ടൊന്നുമില്ല. 2020 എനിക്ക് തോന്നുന്നില്ല പാസ്സൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം, അങ്ങനത്തെ ഒരു സന്ദർഭം. എന്നിട്ടും കൂടി എത്രയോ ജനങ്ങളെ രക്ഷിച്ച്. കാരണം വിമാനം നിലത്ത് വീണാൽ എപ്പോഴും വലിയ ഡേഞ്ചറാണ്. അതിന് ഫ്യൂവല് ചിലപ്പോൾ കത്താൻ സാധ്യതയുണ്ട്. അപ്പൊ രക്ഷിക്കാൻ ചെല്ലണവനും മരിക്കും, അവിടെ അതിലുണ്ടായവരും മരിക്കും. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. പക്ഷെ അതൊന്നും വക വെക്കാണ്ടുള്ള ഈ നാട്ടുകാർ പോയിട്ട് ജനങ്ങളെ മുഴുവനും രക്ഷിച്ച്. അവിടെയാണ് മലപ്പുറത്തിന്റെ പ്ലസ് പോയിന്റ്. എന്നിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് മലപ്പുറത്ത് ഭീകരരാണ്, കേരളത്തിലെ പാകിസ്ഥാനാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവന്മാരൊക്കെ എന്ത് പേരിട്ടാ വിളിക്കേണ്ടത്? വേറൊരു ജില്ലയിൽ ഇങ്ങനത്തെ ഒരു സത്യസന്ധതയും ഈ സഹകരണവും സ്നേഹവും ഒന്നും കാണാൻ കഴിയില്ല. ഇനി വേറൊരു കാര്യം കൂടി പറയാം. കാരണം അത് ജാതിപരമായിട്ടായി പോകാന്ന് എനിക്കൊരു പേടി. ഈ ക്രിസ്ത്യാനികളും മറ്റുള്ളവരും ഒക്കെ ചെയ്യണ പോലെ ഈ മലപ്പുറത്തുള്ള മുസ്ലിങ്ങൾ ഒരിക്കലും മാതാപിതാക്കളാ ഈ വൃദ്ധസദനത്തിലാ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി നാട്ടത്തള്ള് ഹോം നേഴ്സിനെ വെച്ച് ഉന്തിത്തള്ളു ഇതൊന്നും ചെയ്യൂല. പൊന്നുപോലെ നോക്കും. ഇത് കാണണമെങ്കിൽ ഈ മലപ്പുറത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിന്റെ ICUന്റെ അവിടെ പോയാൽ മതി. ICUല് ഇവര് പാരന്റ്സിനെ നോക്കണം എങ്ങനെയാണ്, മറ്റുള്ളവർ നോക്കണം എങ്ങനെയാണ്, ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇതിപ്പോ ഞാൻ അമ്മായച്ചനായിക്കോട്ടെ, സ്വന്തം പിതാവായിക്കോട്ടെ, എന്നാലേ അവർക്ക് പൊരുത്തപ്പെടുള്ളൂ. അവർ മരിക്കാൻ നേരത്തെ അവർക്ക് ഇവരുടെ കുറച്ച് ബാലൻസ് ഷീറ്റുകൾ പരിശോധിക്കുക എന്നാണ് ഇവരുടെ ഇത് മതം പഠിപ്പിക്കുന്നത്. അപ്പൊ എപ്പോഴെങ്കിലും റെക്കോർഡ് നല്ലതാക്കാനാണ് ഇവർ ശ്രമിക്കുകയുള്ളൂ. കണ്ടല്ലോ, ഇത്തരത്തിലുള്ള മനോഹരമായ മലപ്പുറത്തെയും ഇത്രയും നന്മയുള്ള മുസ്ലിങ്ങളെ കുറിച്ചാണ് ചാണക സംഘടന പച്ച വർഗീയത പറയുന്നത്. അതുമാത്രമല്ല, ഇവിടെ മാത്രമല്ല മലപ്പുറത്തെ കുറിച്ച് ഈ നാലുകൾ കുറ്റം പറയുന്നത്. ഉത്തരേന്ത്യയിലുണ്ടല്ലോ, ഉത്തരേന്ത്യയിൽ പോയിട്ട് വരണ്ടല്ല മലപ്പുറത്തെ കുറിച്ച് പച്ച നുണകളാണ് ഈ ചാണക സംഘങ്ങൾ പടച്ചുവിടുന്നത്. പക്ഷെ അവരെന്തൊക്കെ കളിച്ചാലും മലപ്പുറത്തെ കുറിച്ചോ മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ചോ എന്തൊക്കെ വൃത്തികേട് പറഞ്ഞാലും അതൊന്നും ഉണ്ടല്ല എവിടെയും ഫലിക്കൂല. അതിന്റെ തെളിവാണ് ക്രൈസ്തവനായ ഈ അഗസ്റ്റിൻ ജേക്കബ് പറഞ്ഞ ഈ വാക്കുകളുണ്ടല്ല, ഈ വാക്കുകൾ അതിന്റെ തെളിവാണ്. ഇനി ഈ വീടിന്റെ അടിയിലുണ്ടല്ല ക്യാൻസർ രോഗിയായ ഈ പാവത്തിനുണ്ടല്ല, ഈ പാവത്തിനെ ചാണകസകൾ എന്നിട്ട് പൂര തെറിവിളിയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആ ചാണകസകളുണ്ടല്ല വേറെ കുറെ വന്നിട്ട് അതിലും പൊളിച്ച തെറി വിളിക്കുന്നുണ്ട്. എനിക്കെല്ലാവരും ഒരു കാര്യം പറയുള്ളൂ, ചാണകസങ്ങൾ തെറി വിളിക്കുമ്പോഴല്ല തിരിച്ച് അതിന്റെ ഡബിൾ തെറിയില്ലേ തിരിച്ചങ്ങോട്ട് വിളിക്കണം. എന്നാ മാത്രം അവന്മാരുടെ ആ കഴപ്പുണ്ടല്ല, ആ കഴപ്പങ്ങ് തീരൂ. അതിന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തെറി വിളിക്കുന്ന ചാണക സംഘടന 99% ഫേക്ക് ഐഡികളാണ്. അതിൽ ബാക്കിയുള്ള 1% ഉണ്ടല്ല, അതാണെങ്കിലോ പ്രൊഫൈൽ ഉണ്ടല്ല പ്രൈവറ്റ് ആക്കിയിട്ട് പൂട്ടി വെച്ചിട്ടായിരിക്കും ഈ തെറി വിളിക്കുന്നുണ്ടാവുക. അത്രക്ക് ധൈര്യമുണ്ട് ഈ വേട്ടാഹോളിയും ചാണക സംഖ്യക്ക്. അപ്പോഴെന്തായാലും ഈ അഗസ്റ്റിൻ ജേക്കബിന്റെ രോഗം ഉണ്ടല്ല എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.